ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ദേഷ്യത്തിനെ കരുതിയിട്ട് രേവതി ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഉണ്ടാക്കിയ പായസം എല്ലാവരും ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ട് അത് കുടിച്ചൊക്കെ തീർക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ആകെ വിഷമിച്ചിങ്ങനെ രേവതി ഇരിക്കുകയാണ്. ഇനി സച്ചി വരുമ്പോൾ എന്താവും, ഇനി കുടിച്ചിട്ടാണോ വരുന്നത്, അടുത്ത പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം സച്ചി പുറത്തുനിന്ന് കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഒരു പൊതിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ കയറി വരുന്നത്. രേവതി ഇങ്ങനെ വാതിക്കൽ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ സച്ചി ആ പൊതി പുറകിൽ പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അങ്ങനെ വന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ പേടിച്ചിട്ട് എന്താ സച്ചി ഏട്ടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അതെ രേവതി, നീ ഒന്ന് കൈ നീട്ടിക്കേ. എന്തിനാ സച്ചി ഏട്ടാ? അതെ നീ ഒന്ന് കൈ നീട്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിർബന്ധിക്കുകയാണേ. അപ്പോഴേക്ക് രേവതി പതുക്കെ ഇങ്ങനെ കൈ നീട്ടുമ്പോഴേക്കും ഒരു പൊതി ഇങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. ഇതെന്താ സച്ചിയേട്ടാ? അതെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലുവയാണ് ഇതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ രേവതിക്കൊരു ഇത്തിരി സമാധാനം ആവുന്നത്. എന്നാൽ സച്ചി വന്നെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. കാരണം സച്ചി വരുമ്പോൾ ഇന്നലത്തേതിലും അധികം പ്രശ്നം ഉണ്ടാക്കും. രേവതിയെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തൊക്കെ ആക്കുമെന്ന് കരുതിയിട്ട് ആ സീനൊക്കെ നേരിട്ട് കാണണമല്ലോ. അങ്ങനെ സച്ചി വന്നത് അറിഞ്ഞിട്ട് ചന്ദ്രമതി ഓടി പുറത്തേക്ക് വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിക്ക് അലുവ കൊടുത്തോണ്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് കേട്ടോ. രേവതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചിയേട്ടാ? സച്ചിയേട്ടനോട് ദേഷ്യവും പിണക്കവും ഒക്കെ ആയിരുന്നില്ലേ, പിന്നെ ഇതിപ്പോൾ എന്തിനാ വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ആ ദേഷ്യം എല്ലാം ഇപ്പം മാറിയെന്നേ. ഇത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യവും ചമ്മലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി ശരിക്കും നീ എന്താ തെറ്റ് ചെയ്തത്? ഞാനല്ലേ തെറ്റ് ചെയ്തത്? ഒരിക്കലും നിന്റെ അനിയന്റെ ബർത്ത്ഡേക്ക് നീ പോയതിനെ ഞാൻ എതിർക്കാൻ പാടില്ലായിരുന്നു. നീയും നിന്റെ അനിയനും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്കെന്താ കാര്യം? നീ നിന്റെ അനിയന്റെ സ്നേഹത്തിന് വേണ്ടി പോയി. അതിനെന്തായാലും ഞാൻ ഒരു കാരണക്കാരനായത് വേറൊന്നും കൊണ്ടല്ല രേവതി. അവനാണെങ്കിൽ സച്ചിയേട്ടാന്ന് വിളിച്ചിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഓടി നടന്നവനാണ്. എനിക്ക് അവനോട് ഒരു സ്നേഹക്കുറവും ഇല്ല. എന്നാൽ അവൻ്റെ കൂട്ടുകെട്ടാണ് പ്രശ്നം. ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കി, എന്നാലും അവൻ അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ. അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് അവനോട് ദേഷ്യം വന്നത്. എന്നാൽ ഒരിക്കലും രേവതി, എനിക്ക് അവനോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ ഞാൻ തടയാൻ പാടില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇടയിൽ കയറാനായിട്ട് ഞാൻ ആരുമല്ലല്ലോ. ഇതെല്ലാം കേട്ടിട്ടിങ്ങനെ രേവതി ഇങ്ങനെ കരയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും തിരിച്ച് മറുപടി പറയുന്നില്ല. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ എത്ര മാത്രം വിഷമിച്ച് കാണും. നീ ഇനി ഒരിക്കലും നിന്റെ കണ്ണ് നിറയാൻ പാടില്ല. അതും ഞാൻ കാരണം. നിന്റെ അനിയൻ്റെ കാര്യങ്ങൾക്ക് ഇനി പോകണ്ടെന്നോ അവനെ കാണണ്ടെന്നോ ഒന്നും ഒരിക്കലും ഞാൻ പറയില്ല. അത് എത്ര മാത്രം തെറ്റാണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. രേവതി നീ കരയാതിരിക്കുക, ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രേവതിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുന്ന ചന്ദ്രമതിയാണ് കാണിക്കുന്നത്. എന്നാൽ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ സച്ചിയേട്ടനെ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു. സച്ചിയേട്ടൻ എന്നെ മനസ്സിലായല്ലോ, എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശരത്ത്, സച്ചിയേട്ടാ അവൻ ഒരിക്കലും മറ്റൊരു ചീത്ത കാര്യത്തിന് പോയില്ല. അവൻ്റെ കൂട്ടുകെട്ട് അതെല്ലാം ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട്. എന്നാൽ സച്ചിയും പറയുന്നുണ്ട്, രേവതി ഇനി അഥവാ അവന് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലോ, അതാണ് എൻ്റെ ടെൻഷൻ, അല്ലാതെ ഞാനും വേറൊന്നും ഓർത്തിട്ടല്ല. അതൊക്കെ വിട്. ശരി എനിക്ക് വിശക്കുന്നു, നീ എന്തെങ്കിലും കഴിക്കാൻ എടുക്കെന്നും പറഞ്ഞിട്ട് സച്ചി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം വെള്ളം കുടിക്കാനായിട്ട് ശ്രീകാന്ത് അടുക്കളയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സച്ചിയെ കണ്ടതും, അയ്യോ സച്ചിയേട്ടാ, സോറി സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാടാ എൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നത്? അതല്ല സച്ചിയേട്ടാ, ഇന്ന് രേവതി ചേച്ചി ഒരു സൂപ്പർ പായസം ഉണ്ടാക്കിയിരുന്നു. അത് സച്ചിയേട്ടന് വെച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കുടിച്ചങ്ങ് തീർത്തു എന്ന് പറയുകയാണെ. സച്ചി ഇരിക്കുന്നുണ്ട്, എൻ്റെ രേവതി പായസം ഉണ്ടാക്കിയിട്ട് എനിക്കില്ലെന്നോ? അതെ സച്ചിയേട്ടാ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ
ഞാനും വർഷയും കൂടിയിട്ട് ഇന്ന് ചെറുതായിട്ടൊരു പിണക്കം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് രേവതി ചേച്ചിയുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഞങ്ങൾ കുടിച്ചത്. അതോട് കൂടിയിട്ട് വർഷയുടെ മൂടെല്ലാം മാറി. അപ്പോൾ ഞങ്ങൾ മത്സരിച്ചിരുന്ന് അതങ്ങ് കുടിച്ച് തീർക്കുമായിരുന്നു. സോറി സച്ചിയേട്ടാ, സച്ചിയേട്ടന് വെച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ എന്നാലും ഒരു ഇച്ചിരി പോലും എനിക്ക് വെച്ചിട്ടില്ലേ? സച്ചി ഇങ്ങനെ ശ്രീകാന്തിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അവിടെ പോയിരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അടുക്കളയിൽ നിന്ന് ഒരു പാത്രത്തിനകത്ത് കുറച്ച് പായസം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ സച്ചിയേട്ടൻ കുടിക്കെന്നും പറഞ്ഞിട്ട് സച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പായസം തീർന്നില്ലായിരുന്നോ ഏട്ടത്തി? പിന്നെ ആ പാത്രത്തിലുണ്ടായിരുന്ന പായസം മുഴുവൻ ഞങ്ങൾ കുടിച്ച് തീർത്തതാണല്ലോ, പിന്നെ ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു? അതെ, ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് സച്ചിയേട്ടനുള്ളത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിരുന്നു. അതാണിപ്പോൾ. എന്തായാലും രേവതി ചേച്ചി ആള് കൊള്ളാലോ, സച്ചിയേട്ടൻ എന്തായാലും ഭാഗ്യവാനാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ നന്നായിട്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ട് ശ്രീകാന്ത് മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ പായസം കുടിച്ചു നോക്കിയിട്ട്, രേവതി എന്ത് ടേസ്റ്റാ, നീ ഇത് എന്തായാലും പാചകത്തിൽ നിന്നെ വെല്ലാനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല. രേവതി നീ ഈ അലുവ കഴിക്കെന്നും പറഞ്ഞിട്ട് ആ കവറിനകത്ത് നിന്ന് രേവതിക്ക് അലുവ എടുത്തു കൊടുത്തിട്ട് സച്ചി ഇങ്ങനെ പായസവും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി വയ്ക്കുന്നുണ്ട്, രേവതി നമ്മൾ ശരിക്കും എന്തിനാ വഴക്കുണ്ടാക്കിയത്? അതിന് നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ അലുവ എടുത്ത് സച്ചിയുടെ വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം ഭയങ്കര സ്നേഹത്തോടു കൂടി വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിഞ്ഞു വന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. ഇത് നമ്മുടെ രേവതി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ആ അലുവ എടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രേവതി വരുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അങ്ങ് അവിടുന്ന് തിരിഞ്ഞു നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അമ്മ പോവല്ലേ, അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇതാ അമ്മയ്ക്കെന്നും പറഞ്ഞിട്ട് അലുവ നീട്ടുക കേട്ടോ. എന്താടി ഇത്? അതെ, അമ്മ രാവിലെ പറഞ്ഞിരുന്നല്ലോ മധുരം കഴിക്കാൻ തോന്നുന്നു, അപ്പോഴേ ഞാൻ കരുതി വെച്ചതാ. ഇന്നമ്മേ അലുവ നല്ല മധുരമുള്ള അലുവയാണെന്ന് പറഞ്ഞിട്ട് നീട്ടുകയാണേ. നീ എന്തെന്നെ കളിയാക്കുവാണോ? എനിക്കങ്ങും വേണ്ട, നീ തന്നെ അങ്ങ് കൊണ്ടുപോയി തിന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ആകെ ചമ്മി നാറി ചന്ദ്രമതി അങ്ങ് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രേവതിനെ ദേവു കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവു കോൾ എടുക്കുന്നതും രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി ഒരു മുഴം പൂവായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്താ ദേവു, ഞാനെന്തിനാ പൂവായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? അതെ, അതൊക്കെയുണ്ട് രേവതി ചേച്ചി പെട്ടെന്ന് തന്നെ എത്തണേന്നും പറഞ്ഞിട്ട് ദേവു കോളും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു പൂവൊക്കെ കെട്ടിയിട്ട് ആ പൂവായിട്ട് ദേവുവിൻ്റെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പൂവായിട്ട് രേവതി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ദേവു അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. എന്താ മോളെ, ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന്? അതെ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇത്രയും പൂ മതിയോ? അതിന് കൂടുതൽ പൂ വേണ്ടി വരില്ലായിരുന്നോ? പിന്നെ രേവതി ചേച്ചി, ഇവിടുത്തെ ഓഫീസർ എന്നോട് ചോദിച്ചു പൂ കിട്ടുന്ന ആരെങ്കിലും അറിയാവോന്ന്. അപ്പോൾ ഞാനാണ് രേവതി ചേച്ചിയുടെ പേര് പറഞ്ഞത്. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 7 മുഴം പൂവ് വീതം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രേവതി ചേച്ചിക്ക് ഞാൻ വലിയൊരു ഓർഡർ പിടിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും ഇവിടേക്ക് പൂ കൊടുക്കേണ്ടത് ചേച്ചിയാണെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മോളെ എങ്കിൽ പിന്നെ ഈ ഓർഡർ മോക്ക് അമ്മയ്ക്ക് കൊടുത്താൽ പോരായിരുന്നോ? അമ്മയ്ക്ക് അതൊരു കച്ചവടം ആവില്ലായിരുന്നോ? അതല്ല ചേച്ചി, അമ്മയ്ക്കാവുമ്പോൾ ഇതെന്നും ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്നുള്ളത് സാധിക്കുന്നതല്ലല്ലോ. ചേച്ചിയാവുമ്പോൾ വണ്ടി ഉണ്ടല്ലോ, ചേച്ചിക്ക് എല്ലാ ദിവസവും പൂ ഇവിടെ എത്തിക്കാനും കഴിയും. അത് കൊടുത്തിട്ടാണെന്നേ. ആഹാ, കൊള്ളാമല്ലോ, എനിക്ക് സന്തോഷമായി. എൻ്റെ മോളിപ്പോൾ വലിയ ആളൊക്കെ ആയല്ലേ, ഒരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ ചേച്ചിക്ക് വലിയ ഓർഡറൊക്കെ പിടിച്ച് തരാനായല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ദേവുവിനോട് സംസാരിക്കുകയാണ്. വീണ്ടും രേവതി ഇങ്ങനെ ദേവുവിനോട് പറയുന്നുണ്ട്, മോളുടെ കാര്യത്തിൽ എന്തായാലും ചേച്ചിക്ക് സന്തോഷമായി. ഇനി ശരത്തും കൂടി പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തിച്ചേർന്ന് നമ്മുടെ അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം സാധ്യമാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്ക് ദേവു പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താ മോളെ, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അതെ, ഇനി തൊട്ട് ചേച്ചി ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചെലവിന് തരുന്ന പൈസയില്ലേ, അത് ഇനി തൊട്ട് തരണ്ടെന്ന് പറയാനേ. എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ്? അല്ല ചേച്ചി, ഇനിയിപ്പോൾ എനിക്ക് ജോലി ഉണ്ടല്ലോ,
എന്നെ എത്ര നാളുകൊണ്ട് ചേച്ചി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ലോണൊക്കെ ഇനി ഞാൻ അടച്ചോളാം. എനിക്കിപ്പോൾ ജോലിയായല്ലോ. ചേച്ചി ഇനി കുറച്ച് നാളത്തേക്കിന് റെസ്റ്റ് എടുക്ക്. തന്നെയല്ല, ഇനി നിങ്ങളുടെ വീട്ടിലും ചെലവുകളൊക്കെ കൂടി വരുമല്ലേ. ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ നിങ്ങളുടെ റൂമുണ്ടല്ലോ, അതും പണി തീർക്കുക. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ചേച്ചി പൈസ തരണ്ടെന്ന് ദേവു പറയുന്നുണ്ട്. അങ്ങനെ ദേവു പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ് കേട്ടോ. അയ്യോ ചേച്ചി, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ചേച്ചി കരയില്ലേ എന്ന് പറയുമ്പോൾ, മോളെ ഇത് ചേച്ചി സങ്കടപ്പെട്ട് വരുന്നതല്ല, ചേച്ചിയുടെ സന്തോഷ കണ്ണീരാണ്. എൻ്റെ മോള് ഇത്രയും വലുതായെന്ന് ഓർക്കുമ്പോൾ ചേച്ചിക്ക് അഭിമാനം തോന്നുന്നു. എന്തായാലും മോള് ഉത്തരവാദിത്വത്തോടു കൂടിയൊക്കെ ചിന്തിച്ചല്ലോ, അത് മതി ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കണ്ണൊക്കെ തുടക്കുകയാണേ. അപ്പോഴേക്ക് ചേച്ചിനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കരയിപ്പിച്ചല്ലോ, വാ ചേച്ചി നമുക്ക് പോയി ക്യാഷ്യറെ കാണാമെന്നും പറഞ്ഞിട്ട് ദേവു ആണെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് ആ പൂവിൻ്റെ ക്യാഷ് മേടിച്ച് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണേ. ഈ സമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ദേവു വർക്ക് ചെയ്യുന്നത് ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണല്ലോ. അങ്ങനെ ശ്രുതിയുടെ പ്രശ്നം എന്തെങ്കിലും പിടിക്കപ്പെട്ടാലെന്ന് ഓർത്തിട്ട് ഉടനെ ശ്രുതിയുമായിട്ട് തനിക്കൊരു കുട്ടി വേണമെന്ന് മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാമതൊരു പ്രഗ്നൻസിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് ഡോക്ടറോട് സംസാരിക്കാനാണ് നമ്മുടെ ശ്രുതി എത്തിയിട്ടുള്ളത്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ റൂമിന് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ശ്രുതിയെ കാണുന്നതും ദേവും രേവതിയും കൂടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവർ ക്യാഷ്യറെ കണ്ട് പൈസയൊക്കെ മേടിച്ചിട്ട് തിരിച്ചിറങ്ങിയതാണ്. ചേച്ചി ഇനി തൊട്ട് ക്യാഷ്യർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ പൂ എത്തിക്കണമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ശ്രുതിയെ കാണുന്നത്. അപ്പോഴേക്ക് ദേവ് പറയുന്നുണ്ട്, ദേ നോക്കി ചേച്ചിയുടെ ചേച്ചിയല്ലേ, ശ്രുതി ചേച്ചിയല്ലേ അതെന്ന് പറയുന്നുണ്ട്. ആ ശരിയാണല്ലോ, അപ്പോൾ ഇനി എന്തായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വരാറുണ്ടല്ലോ, ഇനി വല്ല പ്രഗ്നന്റും ആയിരിക്കുമോ? ഒന്നും മിണ്ടാതെ പോ ദേവു. നീ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അന്ന് വീട്ടിലെല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയതാ. ഇനി നീ അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. എന്ന് ദേവു പറയുന്നുണ്ട്, പിന്നെ എന്തിനായിരിക്കും ഇവിടെ വരുന്നത്? അതെ, നോർമൽ ചെക്കപ്പിനൊക്കെ വരുന്നതായിരിക്കും. അതെന്തായാലും നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ചറിയാലോ. ചേച്ചി പോയി നേരിട്ട് ചോദിക്കെന്ന് പറയുന്നുണ്ടേ. അത് വേണ്ട രേവതി, വേണ്ടെന്നിങ്ങനെ രേവതി പറയുമ്പോഴേക്കും പോയി ചോദിക്ക് ചേച്ചി എന്നും പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ ദേവു പിടിച്ച് തള്ളി അങ്ങ് വിടുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയുടെ പേര് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് വിളിക്കുമ്പോൾ തന്നെ ശ്രുതി ഡോക്ടറിൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഡോക്ടർ വിളിച്ചു, അകത്തേക്ക് കയറിപ്പോയെന്ന് പറയണേ. ദേവു പറയുന്നുണ്ട്, അതെ ചേച്ചി അകത്തേക്ക് കയറിപ്പോയല്ലോ, അപ്പൊ ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പിന് വരണമെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കാണുമല്ലോ. ദേവു നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജനറൽ ചെക്കപ്പിന് വരുന്നതായിരിക്കുമെന്നേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അതെന്തായാലും എന്തെങ്കിലും ആവട്ടെ. കഴിഞ്ഞ തവണ തന്നെ എന്നോട് ശ്രുതി ഒരുപാട് വഴക്കിരുന്നു. എൻ്റെ ബൗണ്ടറിക്കിപ്പുറം വരരുതെന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ ഒരുപാട് ചീത്ത പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ദേവുവിനെ വിളിക്കുകയാണേ. എന്നാൽ ദേവു പറയുന്നുണ്ട്, ചേച്ചിനെ അത്രയ്ക്കൊക്കെ ചീത്ത പറഞ്ഞതല്ലേ, എന്തായാലും ചേച്ചി എനിക്ക് ഇവരുടെ ഈ വരവിനകത്ത് എന്തൊക്കെയോ കള്ളത്തരം ഉള്ളതുപോലെ തോന്നുകയാണ്, വാ ചേച്ചി നമുക്ക് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, വേണ്ട മോളെ, എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത അവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, നമുക്കതൊന്നും ശ്രദ്ധിക്കണ്ട. എന്തായാലും ചേച്ചീനെ ഇത്രയ്ക്കൊക്കെ പറഞ്ഞതല്ലേ, ഇവരെന്തിനാ ഇവിടെ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ദേവു പോകാൻ തുടങ്ങുവാണ്. ദേവു നീ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല എന്താണേലും ചെക്കപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചോദിച്ചാൽ അറിയാലോ എന്നും പറഞ്ഞിട്ട് ദേവു നേരെ കൗണ്ടറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ദേവു അവിടെ ചെന്നിട്ട് കൗണ്ടറിൽ ചോദിക്കുന്നുണ്ട്, ചേച്ചി അവരെന്തിനാ ഇവിടെ വന്നത്? അതെ, ഹോസ്പിറ്റലിൽ എന്തിനാ ഇവർ വരുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല ഇത്രയും നാളായിട്ട്? അതല്ല, എന്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടാ അവർ വന്നതെന്ന് അറിയാനായിട്ടാണെന്നേ. അതെ, മോളുടെ സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ അല്ലേ, മോൾ അവിടത്തേക്ക് ചെന്ന് നോക്ക്. ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് അവര് ദേഷ്യപ്പെടുകയാണ് ദേവുവിനോടെ.
എന്ന് ദേവു പറയുന്നുണ്ട്. ചേച്ചി, അത് എൻ്റെ അപ്പ പോയ പേഷ്യൻ്റ് എൻ്റെ ഒരു റിലേഷനാണ്. അവരുടെ പേര് ശ്രുതി, ഭർത്താവിൻ്റെ പേര് സുധീന്ദ്രനല്ലേ? ആ, അതൊക്കെ ശരിയാണ്. അപ്പോൾ പിന്നെ എന്തിനാ അവര് ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ അവരിവിടെ വന്നേന്നറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിച്ചേന്ന് ദേവു പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ വീണ്ടും പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയി അങ്ങ് ചോദിച്ചേച്ചാൽ പോരെ, ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്തിനാ? അത് ചേച്ചി, നിങ്ങൾ ദേഷ്യപ്പെടരുതേ, ഞങ്ങളുടെ റിലേഷനൊക്കെയാണ്. എന്നാലും അവരിവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതോ നോർമൽ ചെക്കപ്പ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളെന്നേ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ആ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ രണ്ടാമത്തെ ഡെലിവറി അല്ലേ, ഇത്രയും നാൾ ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് അവർക്ക് താമസിക്കുന്നുണ്ട് അടുത്ത കൺസീവ് ആവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള നോർമൽ ചെക്കപ്പ് ഒക്കെയാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവു ആകെ അങ്ങ് ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ പ്രഗ്നൻസിയോ? ആ, അത് റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇതുപോലും നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിക്കുകയാണ് അവരെ. അങ്ങനെ അവർ പറഞ്ഞത് കേട്ടിട്ട് ദേവു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രേവതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തായി അവർ പറഞ്ഞത്? അത് ശ്രുതി ചേച്ചി ചെക്കപ്പിന് തന്നെ വരുന്നതാണ് ചേച്ചി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന്. അതെ, അതൊക്കെ ശരിയാണ്. എന്നാലും രണ്ടാമത്തെ പ്രഗ്നൻസി ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് ഇങ്ങനെ ദേവു രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പെട്ടെന്ന് നിൽക്കുന്നുണ്ട്, മോളെ നീ എന്താ പറയുന്നത്? രണ്ടാമത്തെയോ? അതിന് ശ്രുതി ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല ചേച്ചി, അവരിപ്പോൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ദേവു പറയുന്നുണ്ടേ. മോളെ, അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിപ്പോയതായിരിക്കും, അവർ ആള് മാറി പറഞ്ഞതായിരിക്കും എന്നിങ്ങനെ രേവതി പറയുന്നുണ്ടേ. അതൊന്നും അല്ല ചേച്ചി, എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവർ റെക്കോർഡ് ഫയൽ നോക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ അങ്ങ് ഷോക്കായി പോവാണ്. രേവതിക്ക് അങ്ങ് വല്ലാണ്ട് വന്നിട്ട് രേവതി അങ്ങോട്ടേക്ക് അങ്ങ് ഇരിക്കുകയാണേ. അപ്പോഴേക്ക് ദേവു ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ പറ്റിയത്? അല്ല ദേവു, നീ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാവുന്നു. മോളെ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ശ്രുതിക്ക് ഇതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല, പ്രഗ്നൻ്റ് പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി ആവുന്നേ? അതാ ചേച്ചി എനിക്കും ആകെ കൺഫ്യൂസ്ഡ് ആവുന്നതെന്ന് ഇങ്ങനെ ദേവു പറയുന്നുണ്ട്. ഒരു കാര്യം ചേച്ചി എവിടെ ഇരി, ഞാൻ അകത്ത് പോയി സിസ്റ്റർ നേഴ്സിനോട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ദേവു ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണേ. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്, മോളെ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെയൊന്നും നമ്മളൊന്നും അന്വേഷിക്കാൻ പോകണ്ട, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല കണ്ടിട്ടുമില്ല, ഇതിവിടെ വിട്ടേരെന്ന് പറയുന്നുണ്ട്. എന്നാൽ ദേവു പറയുന്നുണ്ട്, ചേച്ചി ഇവരെന്തൊക്കെയാ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഇതെന്തായാലും നമുക്ക് സത്യാവസ്ഥ തിരിച്ചറിയണ്ടേ, ഞാൻ പോയി അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ടേ. എന്നാൽ രേവതി ആണെങ്കിൽ ദേവുവിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. മോളെ, ഇപ്പം എന്തായാലും ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയണ്ട, അമ്മയോട് പോലും മോളെ കാര്യം പറയരുതെന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ദേവു ശരി ഞാൻ ഇപ്പോൾ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ദേവു അങ്ങ് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ദേവു ആണെങ്കിൽ, ദേവു അല്ലേ ആള്, എന്തായാലും ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്താനായിട്ട് തന്നെ മനസ്സിൽ ഉറച്ചാണ് ദേവുവിൻ്റെയും നടത്തം. അങ്ങനെ രേവതി നിർബന്ധിച്ചിട്ട് ദേവുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു ജോലിക്കായിട്ട് പോകുന്നതുകൊണ്ട് രേവതി അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. എന്നാൽ രേവതിയുടെ മനസ്സ് നിറച്ച് ഈ ചിന്തകളാണ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം രേവതിയുടെ മനസ്സിലിങ്ങനെ ഈ പ്രഗ്നൻ്റ് ആണ്, രണ്ടാമത്തെ പ്രഗ്നൻസി ചെക്കപ്പിനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ബോധമില്ല. അങ്ങനെ പോയിട്ട് ഒരു ഓട്ടോക്കാരൻ്റെ മുന്നിൽ പോയി ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരൻ വഴക്ക് പറയുന്നുണ്ട്, മോളെ ശ്രദ്ധിച്ച് ഓടിക്കണ്ടേ, നിങ്ങളെ എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് വന്നാൽ ഞങ്ങളുടെ മുമ്പിൽ വീണാലും ആളുകളെല്ലാം കൂടി ഞങ്ങളെയായിരിക്കും കുറ്റം പറയാം, ശ്രദ്ധിച്ച് നോക്കി ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. സോറി ചേട്ടാ, എൻ്റെ തെറ്റാണെന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് സ്കൂട്ടറും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ രേവതി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി പുറത്തുനിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി സംസാരിക്കുന്നത്, അതേ നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ പ്രസവമാണെന്നാണോ രണ്ടാമത്തെ പ്രസവമാണെന്നോ? ഇതേക്കുമ്പോൾ രേവതി പെട്ടെന്ന് ഞെട്ടിപ്പോണം. എന്താ സച്ചിയേട്ടാ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? രേവതി, ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. അതെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കുകയാണേ. ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഫ്രീ ആണ്, രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ ക്യാഷ് കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഓർത്തിട്ട് രേവതി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണേ, ആകെ ടെൻഷൻ അടിച്ചിട്ട്. അങ്ങനെ ഫോൺ സംസാരിച്ച് കഴിഞ്ഞിട്ട് സച്ചി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, അതെ സച്ചിയേട്ടാ
ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ എന്നൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതായിട്ടല്ലോ. അതെ, ഒരു ഓട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചതെന്ന്. അല്ല, ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ? ആ, രണ്ടാമത്തെ പ്രസവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പ്രസവിക്കാതെ രണ്ടാമത്തെ പ്രസവമാകുമെന്ന് ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ടേ. നീ എന്തൊക്കെയാ രേവതി പറയുന്നത്? ആദ്യം ഒന്ന് പ്രസവിക്കാതെ എന്തായാലും രണ്ടാമത്തെ പ്രസവം ആയില്ലല്ലോ. അതെ, നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് സമയം പോകുമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് കാറും എടുത്തോണ്ട് അങ്ങ് പോവുകയാണേ. എന്നാൽ വീണ്ടും രേവതി ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുവാണേ. ആദ്യത്തെ പ്രസവം ആകാതെ എങ്ങനെ രണ്ടാമത്തെ പ്രസവം നടക്കും? അപ്പോൾ ആദ്യത്തെ കുട്ടി എവിടെ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണേ. കാരണം നമ്മുടെ ശ്രുതിയുടെ കാര്യമാണല്ലോ. അപ്പോൾ ശ്രുതിയുടെ ആദ്യത്തെ കള്ളത്തരം നമ്മുടെ ചന്ദ്രോദയത്തിൽ ഉടനെ തന്നെ അറിയാൻ പോവാണ്. നമുക്കൊരു കഴിഞ്ഞ ദിവസം പ്രൊമോ വന്നിരുന്നു. ചന്ദ്രമതി ആണെങ്കിൽ നേരിട്ട് നീ രണ്ടാമതാണോ പ്രഗ്നൻ്റ് ആവുന്നത്, നീ ഒന്ന് പ്രസവിച്ചിരുന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ നാളത്തെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചന്ദ്രമതി അറിയുന്ന കിടുക്കൻ എപ്പിസോഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.